ഹലോ, രാവിലെ തന്നെ ഇതാ ഞങ്ങൾ തൃശ്ശൂർ പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതാ ഞാവലുണ്ടായിരുന്നു. ഞാവൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ സീസണായ കാരണം ഇപ്പോൾ എല്ലായിടത്തും ഇത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ വാങ്ങിയതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് വണ്ടിയിലെടുത്തതാണ്. അപ്പോൾ അതിങ്ങനെ കഴിക്കാം കേട്ടോ. ഞാൻ എന്തോ കാര്യത്തിന് പിണങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനും ഇങ്ങനെ മുഖം ഇങ്ങനെ തിരിച്ച് എന്നെ ഇങ്ങനെ കോപ്രായൊക്കെ കാണിക്കുന്നത്. അപ്പോൾ എനിക്കിത് കഴിച്ചിട്ടുള്ള ആ ഒരു നാവിൻ്റെ കളറ് മാറില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അനുവിനെ അതിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ബൈപ്പാസിലെ പണിയൊക്കെ ഇങ്ങനെ ചില സ്ഥലത്തൊക്കെ നല്ലോണം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ട്രാവൽ ചെയ്യാൻ ഈസി ആയിരുന്നു കേട്ടോ. കുറച്ചും കൂടിയും നല്ല സുഖമായിട്ട് തോന്നി. രാവിലെ കാര്യമായിട്ടൊന്നും കഴിക്കാത്തതുകൊണ്ട് തന്നെ ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ ഞങ്ങൾ നെഹദിയിൽ കയറി കേട്ടോ. അപ്പോൾ കുറേ തപ്പിയിട്ടാണ് കേട്ടോ ഈ ഒരു ഹോട്ടൽ കിട്ടിയത്. അങ്ങനെ ഇവിടുന്ന് ഞങ്ങൾ മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ മന്തിയൊക്കെ എത്തി കേട്ടോ. അങ്ങനെ ബീഫും ചിക്കനുമാണ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി കേട്ടോ. അങ്ങനെ ഞാനുമോള് വണ്ടിയിൽ കയറിയപ്പോൾ തൊട്ട് പറയുന്നുണ്ട് ശോഭ മാളിൽ കയറണം എന്നുള്ളത്. ഇവിടെ മാളായ മാൾ മുഴുവൻ കയറി നിരങ്ങുന്നവരാട്ടോ ഞങ്ങൾ. എങ്കിൽ പോലും അവൾക്ക് തൃശ്ശൂർ പോകുമ്പോഴും ശോഭ മാളിൽ കയറണമെന്ന് ഭയങ്കര നിർബന്ധം കേട്ടോ. അത് കാരണം വരുമ്പോഴും പോകുമ്പോഴോ എപ്പോഴെങ്കിലും ഒരു സമയത്ത് അവൾക്ക് ശോഭ മാളിൽ കയറണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കയറാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ കയറാമെന്ന് വിചാരിച്ചു. അങ്ങനെ ശോഭ മാളിലേക്കാണ് കേട്ടോ ഞങ്ങൾ കയറിയത്. ഞങ്ങൾ വേഗം കയറിയിട്ട് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ അവിടെ ചെന്ന് നോക്കുമ്പോൾ കുറച്ച് സമയം എടുത്തു കേട്ടോ. അങ്ങനെ ഓരോ ഷോപ്പിലൊക്കെ കയറി ഇറങ്ങി. പിന്നെ നാനൂന് ഇങ്ങനെ എന്താ പറയുക, അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും. പിന്നെ ഞങ്ങളും മോശമില്ല, ഞങ്ങളും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക ഓരോന്ന്. കുറേ ഐറ്റംസ് ഒന്നും വാങ്ങിയിട്ടില്ല, എന്നാലും പിന്നെ ഇങ്ങനെ നോക്കി കിടക്കുന്ന ഒരു രസമാണല്ലോ. പിന്നെ അങ്ങനെ ഒരു സ്പ്രേ പ്രാന്തനായ എൻ്റെ കെട്ടിയോൻ അതാ സ്പ്രേ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ഓരോരോ സ്മെല്ലിങ്ങനെ നോക്കുകയാണ്. അപ്പം അങ്ങനെ ഞാനതാ അവിടെ പോയി നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ മൈൽഡായിട്ടുള്ള സ്മെല്ലാണ് കേട്ടോ ഇഷ്ടം. എനിക്കിങ്ങനെ ഭയങ്കരമായി കുത്തുന്ന സ്മെൽസൊന്നും ഇഷ്ടമല്ല. പിന്നെ അങ്ങനെ നോക്കി ഞങ്ങൾ ഒരെണ്ണം എടുത്തു കേട്ടോ. അങ്ങനെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ബുക്ക് സ്റ്റാളും പിന്നെ അങ്ങനെ കുറച്ച് സ്റ്റേഷനറി ഒക്കെ ആയിട്ടുള്ളൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ ഞാനും ബുക്ക് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവൾക്ക് ഈ ഒരു ബോക്സ് വാങ്ങിക്കൊടുത്തു. പിന്നെ എന്തൊക്കെയോ 2-3 ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ 2 കീ ചെയിൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ കീ ചെയിൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ഞാനതെടുത്തു. അങ്ങനെ ഞാനെൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട് അടുത്ത മാസം. അതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ ഞങ്ങൾ നോക്കി, പക്ഷേ എടുത്തിട്ടൊന്നുമില്ല കേട്ടോ അവിടെ നിന്ന്. അങ്ങനെ നെയിൽ പോളിഷ് എനിക്ക് വേണ്ടിയിരുന്നു. അപ്പോൾ അതെടുത്തു. പിന്നെ അതിന് ശേഷം ഹൈപ്പർ മാർക്കറ്റിലും കൂടി കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം കുറേ സമയമായിട്ടുണ്ടായി. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ബായ്.